ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തറക്കുക ഈസി ആയിട്ടാക്കി എടുക്കുമ്പോഴത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കുക. സൂപ്പർ ടേസ്റ്റ് ഇടും. പിന്നെ ഞങ്ങൾ ഇതാക്കും ചുമസോരയില്ല വേഗം ഞങ്ങൾക്ക് ഈസി ആയിട്ടാക്കുക നല്ല ടേസ്റ്റ് ഇടും. അപ്പോൾ ഞങ്ങൾ ഇതെങ്ങനെ ആക്കി ഞങ്ങൾ നോക്കുക. വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഇത്ര ചിക്കൻ എടുത്തേ. അപ്പോൾ ഇത് തെല്ല് യാരമേ ഉണ്ടോ ഒരു 200-250 ഗ്രാം ചിക്കൻ എല്ലാം മയ്യാവും. അപ്പോൾ ഞാൻ ഇന്നേ ചിക്കൻ എല്ലാം എടുത്തേ. അപ്പോൾ ഇത് ഉപ്പ് മഞ്ഞളുടെ പൊടി മുളകുടെ പൊടി ഇട്ടിട്ട് ಬೇಪಟ್ಟಿ വെച്ചത്. ಬೇಪಟ್ಟಿ സാധാരണ എല്ലാവർക്കും ഒന്നുണ്ടല്ലേ തണ്ണിൽ ഞങ്ങൾ ಬೇಪಟ್ಟು അതിലെ ഒന്ന് ബത്ത് വട്ടി എടുത്തെങ്കിട്ട്. അപ്പോൾ ഇതുപോലെ കയ്യിലൊന്നിങ്ങനെ ചുക്കി ഇട്ട് കൊടുക്കും. ഞങ്ങൾ മിക്സിയിലിട്ട് അടിക്കുക അതെല്ലാം വേണ്ട. മിക്സിയിലിട്ട് അടിച്ചെങ്കിൽ ചുമ പൊടി അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കയ്യിലെ ഒന്നിങ്ങനെ ആക്കി എടുത്തെങ്കിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുത്തേ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് പിന്നെ മസാലയ്ക്ക് പിന്നെ നീരുള്ളി അതെല്ലാം കട്ടാക്കി വെച്ചേ. അപ്പോൾ ഒരു 3 നീരുള്ളി എടുത്തിട്ട് ഒരു മീഡിയം സൈസിലെ 3 നീരുള്ളി അതുപോലെ പച്ചമുളക് ബേച്ചൊപ്പു പച്ചമുളക് ഇതെല്ലാം ഞങ്ങൾ കാരത്തുക്ക് നോക്കിയിട്ട് വേണത്ര എടുത്തെങ്കിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് മസാല ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ വീത്തി കൊടുക്കുക. അതിക്ക് ഞങ്ങൾക്ക് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ തെല്ലി ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഇട്ടേ ഒരു 1.5 ടീസ്പൂൺ അന്തജിൽ എടുത്തെങ്കിട്ട്. അപ്പോൾ ഇഞ്ചി വെള്ളുള്ളി ഇട്ടിട്ട് തെല്ല് നല്ല കായണിത് നല്ലൊരു കളർ ചേഞ്ച് ആയിട്ട് വണ്ട് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിക്ക് നീരുള്ളി അതെല്ലാം ഇട്ടെങ്കിട്ട് നല്ല കായണോ കായണ്ടിട്ടുണ്ട് കാഞ്ഞെങ്കിൽ മസാല നല്ല ടേസ്റ്റ് ഇടും. അപ്പോൾ അത് കൊണ്ടിട്ട് നല്ല കാഞ്ഞിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നീരുള്ളി പിന്നെ പച്ചമുളക് ഉപയോഗിച്ചപ്പോൾ ഇതിലൊട്ടിಗೆ ನಂಗೆ ಟೇಸ್ಟ್ വേണത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഞങ്ങൾ ചിക്കനിಗೆ ഇട്ടರೆ ಅದು നോക്കിയിരുന്നു മസാലക്ക് തെല്ല് ഉപ്പ് ഇട്ടെങ്കിൽ ഈ ടൈമിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നോക്കി ഇട്ടെങ്കിൽ ആಯ್ತು. അപ്പോൾ ഇത് നല്ല ഒന്ന് കായിട്ട് ചുമ ബ്രൗൺ കളർ ആവണം അങ്ങനെ എന്തില്ല നല്ല ഒന്ന് ബാടിയിട്ട് വരട്ടെ തെല്ല് ഫ്രൈ ആയിട്ട് വരട്ടെ. അതിൽ പിന്നെ മസാല പൗഡർ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നീരുള്ളിയെല്ലാം അതിൽ കാഞ്ഞിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു 1/2 ടീസ്പൂണോ മഞ്ഞളുടെ പൊടി അതേപോലെ തെല്ല് ചിക്കൻ മസാല ഇരിക്കല്ലേ ഇതെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചെറിയ സ്പൂണിലോ 1 സ്പൂൺ ചിക്കൻ മസാല അതേപോലെ തെല്ല് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ എത്ര ഗരം മസാല തെല്ല് ചില്ലി പൗഡർ കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ എത്ര അത് ഇട്ട് കൊടുക്കുക. പിന്നെ തെല്ല് പെപ്പർ പൗഡർ നല്ല മുളക് പൊടി അത് ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഈ പൗഡറെല്ലാം മസാല പൗഡറെല്ലാം ഇട്ടിട്ട് ചന്ത ഒന്ന് നല്ല ഒന്ന് അടിമലാക്കി എടുക്കണം തെല്ല് നേരം. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൽ ആ ഒരു പച്ചമണെല്ലാം പൊണ്ടില്ല അവിടുത്തെ തെല്ല് നേരം ഒന്ന് അടിമലാക്കി എടുക്കുക. അതിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച ചിക്കനും ഇട്ടിട്ട് നല്ല അടിമലാക്കി എടുക്കണം ഇതിൽ. അപ്പോൾ മസാലയുടെ പച്ചമണ്ണെല്ലാം പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ ചിക്കൻ റെഡിയാക്കി വെച്ച ചിക്കനും ഇട്ടിട്ട് ചന്ത ഇതിൽ അടിമേലാക്കി ചന്ത മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ടൈമിൽ ഞങ്ങൾ ഇതിക്ക് തെല്ല് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം ഉണ്ടെങ്കിൽ അത് തെല്ലിട്ടിരിങ്ങ് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചുമ വേണ്ട ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂൺ അത്ര എല്ലാം മയ്യാവും. അപ്പോൾ ഇങ്ങനെ ടൊമാറ്റോ സോസ് ഇടുമ്പോൾ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഉണ്ടെങ്കിൽ ഇടും. അപ്പോൾ ഇത് ചന്ത അടിമേലാക്കി ഞങ്ങൾ ഇത് തിന്നേരം മൂടി വയ്ക്കണം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് വീഡിയോ ನಾನು ಮುಂದೆ ಹೋಮ್ ಮೇಡ್ ಟೊಮೆಟೊ ಕೆಚಪ್ ಹೆಂಗೆ ಹಾಕ್ರಿ ಅದ್ರ ವೀಡಿಯೋ ಇಟ್ಟರೆ ನಾನು ಅದು ನೋಕತ್ತಂಗೆ ಉಳ್ಳರನ್ಕಂಡಿಗೆ ಅದು ನೋಕರು. അപ്പോൾ ഇത് ചന്ത മിക്സ് ആക്കിയിട്ട് തെല്ലിനാര മൂടി വയ്ക്കണം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തെല്ലാറി കട്ടിങ്ങനെ മൂടി വയ്ക്കറോ ಚಂದದ. ಇನಿപ്പോൾ ಇನ್ನು ಜಂಡ ಮತ್ತೊಂದು ಓಪನ್ ಹಾಕಿಡೆ ಚಂದ ಅಡಿಮೇಲೆ ಹಾಕಿಡೆ ಇನಿപ്പോൾ ಇದು ಮಯ್ಯಾವೋ ಲಾಸ್ಟ್ ಆಯ್ತು ನಂಗೆ ಇದಕ್ಕೆ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪಲ್ಲಿ ಇಟ್ಟಿರಂಗೆ ಇದ್ರ ಉಪ್ಪು ಎಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿ കൊടുക്കറോ. അപ്പോൾ ಇದಕ್ಕೆ ನಾನು ಉಪ್ಪೆಂದು ಇಟ್ಟಿರಲಿಲ್ಲ ಎಕ್ಸ್ಟ್ರಾ ನಾನು ಫಸ್ಟಿಗೆ ಇಟ್ಟಿದ್ದೆ ಕರೆಕ್ಟ್ ആയിട്ടുണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല ആയിട്ടിരിക്കുക. ഇതേ മസാല ഞങ്ങൾക്ക് സമൂസ അതെല്ലാം ഞങ്ങൾ ആക്കി എടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. കൊത്തമ്പരി സൊപ്പ് ഇട്ടേ ഞങ്ങൾ മസാല കൂടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ഒരു മൈദ പിന്നെ മുട്ട അതെല്ലാം പിന്നെ ഒരു 4 മുട്ട എടുത്ത് വെച്ചേ ഒരു കപ്പ് മൈദ പിന്നെ ഞങ്ങൾ 250 ml കപ്പിത് അപ്പോൾ അതിൽ ഒരു കപ്പ് മൈദ 4 മുട്ട. അപ്പോൾ ഇത് മിക്സി ജാർക്ക് മുട്ട ഇട്ട് കൊടുത്തറ ഫസ്റ്റിಗೆ മുട്ട ഇട്ട് കൊടുക്കറോ അതിൽ പിന്നെ മൈദ ഇട്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ അടിക്കും അത് തെല്ല് കഷ്ടം അടിക്കുമതല്ല. അപ്പോൾ അത് കൊണ്ടിട്ട് ഫസ്റ്റ് മുട്ട ഇട്ടിട്ട് ഒരു കപ്പ് മൈദ ഇട്ടിട്ട് അതിൽ പിന്നെ 1/2 കപ്പ് പാൽ സാദാ പാൽ നോർമൽ പാൽ പിന്നെ ഞങ്ങൾക്ക് 1/2 കപ്പ് തണ്ണി 1/2 കപ്പ് പാലും 1/2 കപ്പ് തണ്ണി. അപ്പോൾ തണ്ണി ನಾನಿവിടെ 1/2 കപ്പ് ಎಲ್ಲ ಬಿತ್ತಲ್ಲ ತೆಲ್ಲು ಬಿತ್ತರೆ ನಂಗೆ ನೋಕಿಟ್ಟು ಬೇನುಂಟಾಗಿ പിന്നെ ಬಿತ್ತಿಂಗೈತೆ അപ്പോൾ ತೆಲ್ಲು ಬಾಕಿ വെച്ചರೆ നോക്കിയിട്ട് ഞങ്ങൾ ബീത്ത. അപ്പോൾ ഇതൊന്ന് നല്ല ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് എടുക്കണം. ടേസ്റ്റ് വേണേ എത്ര ഉപ്പ് ഇട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പാലില്ലെന്ന് തന്നെ ഞങ്ങൾ കാലി തണ്ണിലാക്കറിങ്ങ തണ്ണിലും ആവും പാൽ ബീത്തിരിങ്ങ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവും. അതേപോലെ ഞങ്ങൾ തെല്ല് ഇത് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ വേണിട്ടില്ല ഉണ്ടെങ്കിൽ ഇടും ഒരു 1/2 ടീസ്പൂൺ എത്ര പെപ്പർ പൗഡർ ഇട്ടിട്ട് ഇതുപോലെ നല്ല ബ്ലെൻഡ് ആക്കിയിട്ട് എടുത്തേ. അപ്പോൾ ഇതുപോലെ കാട്ടർ ഇത് അപ്പോൾ ഇതിലെ തിക്നെസ് നോക്കറ് ഇത്ര ഗട്ടിയുണ്ടോ ഇത്ര കാട്ടി ചുമ തെലുപ്പ് അവിടെ വേണ്ട ചുമ ഗട്ടി അവിടുന്ന് വേണ്ട ഇത്രമേയോ. അപ്പോൾ ഇതിനൊക്കെ 1/2 കപ്പ് പാലും പിന്നെ ഒരു 1/4 കപ്പിടെ കാട്ടി തെല്ല് തണ്ണി ബേനായിട്ട് അപ്പോൾ അത്ര ബേനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പാൻ വെച്ചിട്ട് ഞങ്ങൾ തെല്ല് ഓയിൽ ബീത്തിട്ട് ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ നല്ല ചൂടാക്കി ചൂടാക്കി ഞങ്ങൾ ഇങ്ങനെ ബാറ്റർ ബീത്തുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ബ്ലെൻഡ് ആക്കിയ ബാറ്റർ ഉണ്ടല്ലേ അത് ഞങ്ങൾ പാതി ബാറ്റർ ബീത്തണം എല്ലാം ഫുള്ളായിട്ട് ബീത്തണ്ട പാതി ബീത്തിട്ട് തെല്ല് നേരം മൂടി വയ്ക്കണം ഒരു 2 മിനിറ്റ് ഇങ്ങനെ മൂടി വയ്ക്കുക ചെറിയ തീയിലേക്ക് ഇട്ട് 2 മിനിറ്റ് മൂടി വെച്ചാൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ആക്കി വെച്ച മസാല ഉണ്ടല്ലേ ആ മസാല എല്ലാം ഞങ്ങൾ ഇದ್ರ മേലേക്ക് ചന്ത മസാല ഇട്ട് കൊടുക്കണം. മസാല കോരടിയാക്കണ്ട എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ല മസാല ഇട്ട് കൊടുക്കറോ. മസാല ഇട്ടിട്ട് ബാക്കി ഞങ്ങൾ ബാറ്റർ ഉണ്ടല്ലേ അത് ഇದ್ರ മേലേക്ക് ബിത്തിങ്ങത്ത്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിനെക്കാട്ടി വലിയ പാനിലാക്കാൻ കണ്ടി ഇതിനെക്കാട്ടി അകലമുള്ള പാനിലെല്ലാം ആക്കാൻ കണ്ടെങ്കിൽ
മൈദപ്പൊടി നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ എടുത്തെങ്കിട്ട് ഒരു കപ്പയുടെ അവിടേക്ക് 1.5 കപ്പ് മൈദ എടുത്തെങ്കിട്ട് ബാക്കി മസാല പിന്നെ മുട്ടയെല്ലാം ഞങ്ങൾ ഇത്രയുമേയോ മൈദ മാത്രം തെളിയാറ് എടുത്തെങ്കിട്ട് വലിയ പാനിലാക്കണം കണ്ടെങ്കിൽ ഇതുപോലത്തെ ഇതുണ്ട് കാരണം ഇത്രയുമേയോ അപ്പോൾ ബാക്കി ബാറ്റർ ഇതാ ഇದ್ರ ಮೇಲ್ಗೆ ಬಿತ್ತಿ ಕೊಡ್ಕರೆ ഒന്ന് അവിടേക്ക് ഒന്ന് കയ്യിലൊന്ന് പ്രസ് ആക്കിയിട്ട് കൊടുക്കറേ ഇത് മസാല എല്ലാം ഉണ്ടാല് അവിടേക്ക് ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് ഒരു 25 മിനിറ്റ് ഇത് 25 അര ಗಂಟೆ ಒಳಗೆ ഞങ്ങൾ ഇതായിട്ട് കിട്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചങ്ങായിട്ട് ചുമത്തി ജോറാക്കിയിട്ട് ಬೇಕಂಡ അപ്പോൾ ഇങ്ങനെ ಬೇಯ್ക്കുമ്പോഴത്തേക്ക് ഇതിൽ അടിക്ക് എന്തെങ്കിലും ഒരു പല പാന തട്ട എന്തെങ്കിലും ഇക്കറല്ലേ അതൊന്നും വെച്ചോളൂ ഇല്ലെങ്കിൽ അത് കറിയോഗെല്ലാം ചാൻസ് ഇക്കറ അപ്പോൾ അതുകൊണ്ടിട്ട് ಬೇಯ್க்கிறದಲ್ಲ വെച്ചിങ്ങനെ നിങ്ങൾ പേടിക്കൊണ്ടില്ല അടിക്കറിയുടെ അങ്ങനെ എന്തില്ല അപ്പോൾ ഇങ്ങനെ ചെറിയ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് അര ಗಂಟೆ ಒಳಗೆ ഞങ്ങൾ ഇതായിട്ട് കിട്ടുക അപ്പോൾ ഇത് ಎಕ್ಸ್ಟ್ರಾ ನಕ್ಕದಲ್ಲಿ ಮಸಾಲ ಎಕ್ಸ್ಟ್ರಾ ಬಂದರೆ അപ്പോൾ ഇതാണ് കേട്ടത് ഇത്ര മസാല എക്സ്ട്രാ ಬಂದರೆ അപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ സമൂസത്തേക്ക് വെച്ചത് അപ്പോൾ സമൂസല്ല ഈ മസാല എല്ലാം ആക്കുறீங்க നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മസാല എക്സ്ട്രാ ಬಂದು ഞങ്ങൾ ഫ്രീസറിൽ വെച്ചെങ്കിട്ട് അങ്ങ് ನಾವು പിന്നെ ആക്രി മുന്നൽ സമൂസ എല്ലാം ആക്രി മുന്നൽ കുറേ നേരം മുന്നലെടുത്ത് പറുത്ത് വെച്ചെങ്കിട്ട് മസാല എല്ലാം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഇതൂടെ ആയിത്തൂടെ കണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ സൈഡ് ഇങ്ങനെ മെല്ലേനെ ഒന്ന് പൊടിപ്പായിട്ടെങ്കിൽ അത് വേഗമുണ്ട് അപ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ടിട്ട് ഞങ്ങൾ ഈ സൈഡും അതേപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ കളറാക്കി കൊടുക്കണം വേറൊരു പാനിക്ക് തെല്ല് നെയ്യ് തോത്തിയിട്ട് ಅದಕ್ಕಿಟ್ಟಿട്ട് തെല്ല നേരം ഒന്ന് ചൂടാക്കി കൊടുക്കണം മേലൊന്ന് ഒരു ഗോൾഡൻ കളറാക്കി കൊടുക്കണം വേറൊരു പാനിക്ക് തെല്ല് നെയ്യ് തോത്തി കൊടുത്തേ അത് കണ്ടല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഞങ്ങൾ ചട്ടിപ്പത്തിരിയുടെ റെഡി ആയിട്ട് ചിക്കൻ ചട്ടിപ്പത്തിരി അപ്പോൾ ഈ ഒരു ചട്ടിപ്പത്തിരി ನಾನು ಇದಕ್ಕೆ ಮುನ್ನಲು ಒಂದು ವೀಡಿಯೋ ಇಟ್ಟರೆ ನಾನು ಚಪಾತಿಲಿ ಚಟ್ಟಿಪತ್ರಿ അങ്ങനെ ಹಾಕ್ರೆ അതുപോലെ ദോശ ആക്കിയിട്ട് ചട്ടിപ്പത്തിരി അങ്ങനെ ಹಾಕ್ರೆ അതും ನಾನು ഇട്ടರೆ അപ്പോൾ ഇതങ്ങ് ചപ്പാത്തിയും ദോശ ആക്കാണ്ട് ഇതുപോലെ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി നിങ്ങൾ ഇങ്ങനെ ആക്കി എടുക്കുക നല്ല ടേസ്റ്റോട് സൂപ്പർ ടേസ്റ്റോട് കണ്ടല്ലേ ഇതിൻ്റെ മേലിങ്ങനെ തെല്ല് നേരം ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് തെല്ല് നേരം വെച്ചിട്ട് അപ്പോൾ ഇതൊന്ന് കട്ടാക്കി കാട്ടുക സൂപ്പർ ടേസ്റ്റോട് നോമ്പിലെല്ലാം ഞങ്ങൾ ഇത് ഈസി ഞങ്ങൾ ഇതാക്കുക ഞങ്ങൾ ಇದಕ್ಕೆ ಮುನ್ನಲು ಚಟ್ಟಿಪತ್ರಿ ಹಾಕಿನ ಚೆಂದಲ್ಲ ಅದು ಬೇನುಂಟಾಗಿ ಅದು ನೋಕೋರು ಅದ್ರ ಲಿಂಕ್ ನಾನು ಕೇಳಿ ಕೊಡ್ಕೊರೆ ಬೇನುಂಟಾಗಿ ನೋಕೋರು അപ്പോൾ നോക്കിയാറല്ലേ നിങ്ങൾ ആക്കി നോക്കറു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ആയിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കോರು കമൻറ്റ് ആക്കോರು അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കറു ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമേയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കറു ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും